അതിന്റെ നിറമാണ് ഈ മണ്ണ്. നീയൊക്കെ എത്ര ചോര വീഴ്ത്തിയാലും ഈ മണ്ണിനെ ചോപ്പിക്കാനാവും. മണ്ണിനെ ചോപ്പിക്കാനല്ല, വർഗീയതയുടെ പൊരിവെയിലത്ത് പാവങ്ങൾക്ക് തണലേകുന്ന ചില കൽപ്പവൃക്ഷങ്ങളുണ്ട്. അവയ്ക്ക് വളമാകാൻ കമ്മ്യൂണിസ്റ്റിന്റെ ചോര. ഓടി ഓടി അലഞ്ഞു തിരിഞ്ഞ് ഒടഞ്ഞു മുടിഞ്ച് ആരംഭിച്ച ഇടത്തെ തേടി വന്നിടിക്കണ്ട. എല്ലാം മുടിஞ்ச പിന്നെ എരിയ പോരം പൊതയ പോര சொர்க்க நரகம் போனதுக்கு சாட்சி இல்லடா. இந்த நொடி இருக்க வாழ்ந்துக்கோ, நேரம் நல்லா இருந்தா வாழ்ச்சிக்கோ. எதுவும் இங்க சரியும் இல்ல தவறும் இல்ல போடா. സാർ മെഡിക്കൽ കോളേജ് ഉടമ ആർ ഷാജിയിൽ നിന്ന് കമ്മീഷനായി വാങ്ങിയ 5,60,00,000 രൂപ കുഴൽപ്പണമായിട്ടാണ് ദില്ലിയിലേക്ക് കൈമാറിയത്. ഒരു നഴ്സറി സ്കൂൾ പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരാളാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നത്. അയ്യോ ദാരിദ്ര്യം. രമേശ് വളരെ സത്യസന്ധനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. അഴിമതിക്കാരായിട്ടുള്ള ആരും ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉണ്ടാവില്ല. ട്വിറ്ററിലൂടെ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചെന്നാണ് ആക്ഷേപം. എന്റെ വീടും പാവപ്പെട്ട സഹാക്കളെ വീട് അടിച്ചു ചേർത്തതല്ല പ്രധാന വിഷയം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവിക പ്രതികരണം ഉണ്ടാവും. മംഗലശ്ശേരി നീലകണ്ഠൻ പണ്ട് ദേ കാണിച്ചതാ, കാർത്തികേയൻ കാണിക്കില്ല. എനിക്ക് കുറച്ച് കുറവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കുറച്ചു നേരം ഉണ്ടായിരിക്കും, അല്പം നേരം. മര്യാദയുടെ പ്രശ്നമാണത്. അല്ല, അത് സാറില്ല, ചെറിയ മര്യാദ കുറവുണ്ട്. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. സുധീഷ് മിന്നിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരത്തിലുള്ള വേഷം കെട്ടുമായി BJPക്കെതിരെ ഇല്ലാത്ത കള്ളക്കഥകൾ ചമച്ച് ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ അവന്റെ കാരണക്കുറ്റി അടിച്ചു പൊളിക്കാൻ തന്റേടമുള്ള സ്ത്രീകൾ ഈ പാർട്ടിക്കകത്തുണ്ട് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയാണ്. സുധീഷ് മിന്നി പറഞ്ഞോളൂ. എന്റേതല്ല, ആ ചാനൽ ചർച്ചയിൽ മറ്റൊരാൾ ഇരിക്കുന്നുണ്ടല്ലോ, ഭർത്താവ്. ആ ഭർത്താവ് തിരിച്ചടിക്കണം. ആദ്യം അടിക്കേണ്ടത് ആ ഭർത്താവാണ്. ഭർത്താവ് അടിക്കണം. മേലിൽ ഒരാണിന്റെയും മുഖത്തിന് നേരെ ഉയരില്ല നിന്റെ ഈ കയ്യ്. അതെനിക്കറിയാഞ്ഞിട്ടല്ല, പക്ഷേ നീ ഒരു പെണ്ണായി, വെറും പെണ്ണ്. Now look at last.